ആദി, അച്ഛനും അമ്മയും ആരും ഇവിടെ ഇല്ലേ? ആരെ കാണാനില്ല. ഏട്ടനൊക്കെ ഇവിടെ പോയി? എടാ പ്ലീസ് ഒന്ന് മിണ്ട്. ആദി പ്ലീസ് ഡാ. എടാ നീ എന്നൊന്ന് മനസ്സിലാക്ക്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നിങ്ങളല്ലേ എനിക്കുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് പോവായിരുന്നു. എനിക്കാകെ നിങ്ങൾക്കല്ലേ ഉള്ളൂ. പ്ലീസ് ഡാ ഒന്ന് മനസ്സിലാക്കണം. എന്നെ മനസ്സിലാക്കണം. നീ ഞങ്ങളെ മനസ്സിലാക്കിയ? നീ കുഞ്ഞു ഇവിടുന്ന് പോയാൽ പിന്നെ ഇവിടെ ഉള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? 1 വർഷം നീ ഇവിടെ വന്നിട്ടായുള്ളെങ്കിലും അഭിയേട്ടൻ നിന്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന അഭിയേട്ടനെ സ്വന്തം കുഞ്ഞിനെ കണക്കാ. അമ്മ അച്ഛനെ സ്വന്തം കൊച്ചുമോളെ കണക്കാ കൊണ്ട് നടക്കുന്ന. എന്നെ വെച്ചു എന്നെ നീ ഓർക്കണ്ട. ബാക്കിയുള്ളവരെ കുറിച്ച് നീ ആലോചിച്ച് നോക്ക്. രാധു, നീ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് കുഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടാവരുത്. അവൻ ഇവിടെ വന്നപ്പോ തൊട്ട് അവൻ ഞങ്ങളെ കുഞ്ഞ. നീ തീരുമാനം, നീ ആലോചിച്ചിരി. നിന്റെ ജീവിതവും കുഞ്ഞിന്റെ ജീവിതവും എല്ലാം നന്നായി പോകുന്നൊരു തീരുമാനം, എല്ലാവർക്കും സന്തോഷം തരുന്നൊരു തീരുമാനം. നമുക്ക് മുമ്പ് എണീക്കുന്ന ആളായിരുന്നല്ല. എന്ത് പറ്റിയെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. പിള്ളേരെ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. സമാധാനം ഇല്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. ഏട്ടാ, അതോ അമ്മ, അച്ഛ, നിങ്ങൾക്ക് എല്ലായിടത്തും കൂടെ എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ആലോചിച്ച് ഉറപ്പിച്ചെടുത്തൊരു തീരുമാനം. അത് നിങ്ങളുടെ എനിക്ക് അറിയിക്കണമെന്നുണ്ട്. നിന്റെ തീരുമാനങ്ങൾ നീ നമ്മളെ അറിയിക്കേണ്ട ആവശ്യം എന്തേലും സ്വാതി? അതിന്റെ ആവശ്യമില്ല. ഞാൻ പോകുന്നു. അതിന്റെ ആവശ്യമുള്ളതുകൊണ്ട് ഏട്ടന്റെ അനിയത്തി തന്നെയാ ഞാൻ. നീ രക്തബന്ധം കൊണ്ടല്ലെന്നും പറഞ്ഞ് ഏട്ടൻ മാറ്റി വെക്കാലും ശരി. ഏട്ടനെ ഞാൻ എന്റെ മനസ്സിൽ എന്റെ ഏട്ടന്റെ സ്ഥാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഏട്ടൻ പോയാൽ മതി. എന്റെ കുഞ്ഞിനും എനിക്കും വേണ്ടി എടുത്തൊരു വലിയ തീരുമാനം, ഒത്തിരി ആലോചിച്ച് ഞാൻ എടുത്ത തീരുമാനം. നീ അങ്ങോട്ട് മാറിക്കണം സ്വാതി. എനിക്ക് വേറെ ജോലിയുണ്ട്. നിന്റെ കുട്ടികളെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അങ്ങനെയൊക്കെ മാറുന്നില്ല. കുറച്ച് നാളത്തേക്ക് ഈ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെറുക്കനെ കണ്ടുപിടിക്കാൻ നോക്ക് വേഗം. പിന്നെ ഞാൻ നിന്റെ അടിമയല്ലേ ഒരു അല്ല ഉറപ്പം തരുന്നു പറഞ്ഞ? അത് തന്നെ, വളരെ ശക്തമായും ദൃഢമായും ഒരു തീരുമാനം എടുത്ത് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. അപ്പം എല്ലാരും കൂടെ ആഞ്ഞു പിടിച്ച് എനിക്കൊരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് എന്റെ കൈ പിടിച്ച് തരണമെന്ന്. എന്റെ മോൾ ഇത്രയും നല്ലൊരു തീരുമാനം എടുത്തിട്ട് എനിക്ക് എന്തേലും വേണം. നമ്മളെ കണ്ടുപിടിക്കുന്ന നല്ല ചെറുക്കന. എന്റെ കൊച്ചിന് പൊന്നു പോലെ കൈവെള്ളം കൊണ്ട് നടക്കുന്ന ഒരു ചെറുക്കന. മോളെ ഇങ്ങോട്ട് നോക്ക്. നീ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഫോഴ്സ് ചെയ്ത് കല്യാണം ഒന്നും കഴിക്കണ്ട. നീ സമയം എടുത്തോ. എന്റെ ഏട്ടാ, ഫോഴ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. എന്നായാലും കണ്ണനൊരു അച്ഛനെ വേണം. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം പല പ്രശ്നങ്ങളും വീട്ടിലേക്ക് വരും. പിന്നെ എന്റെ പാസ്റ്റ് അത് ഞാൻ പണ്ടേ മറന്നതാ, ഏട്ടനറിയാതെ. പിന്നെ ഉള്ളത്, ഞാൻ ഇവിടുന്ന് ലണ്ടനിൽ പോയാലും ഇതൊക്കെ എന്നും എന്റെ പിറകിൽ തന്നെ കാണും. ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു വരാൻ പറ്റൂല. ഞാൻ തിരിച്ചു വന്നാൽ എനിക്ക് എന്റെ കൊച്ചുങ്ങളെ കാണാതിരിക്കാൻ പറ്റുമോ? എന്റെ ഏട്ടന്റെ കുഞ്ഞിന്, അഭിയേട്ടന്റെ കുഞ്ഞിന്, എന്റെ അമ്മേനെ അച്ഛന്റെ അവരെ കൂടെയൊക്കെ ഒരു 10 ദിവസം ചേർത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോഴും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എന്നെ പിന്തുടരും.
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വേട്ടയാടല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇതാകുമ്പോ എനിക്ക് നിങ്ങളെ ആരെയും വിട്ടു പോകണ്ട. നിങ്ങൾ എന്തായാലും എന്നെ അധികം ദൂരോട്ടൊന്നും അയക്കൂല, അതെനിക്ക് ഉറപ്പാ. അപ്പം എന്റെ ഏട്ടൻ എന്തായാലും ഇവിടെ അടുത്തുള്ള ഒരാളെ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കണം, നല്ലൊരു ചെറുക്കന്. അപ്പൊ പിന്നെ എനിക്കിപ്പം വേണം ഇങ്ങോട്ട് കയറി വരികയും പോവുകയും ചെയ്യാം. എപ്പോഴും പറയാം എന്റെ ഏട്ടൻ്റെ അടുത്ത്, എന്റെ അമ്മയുടെ അടുത്ത്, എന്റെ അച്ഛൻ്റെ അടുത്ത്, എല്ലായിടത്തും. നന്നായി മോളെ, നല്ലൊരു തീരുമാനമാണ് നീ എടുത്തത്, നല്ലൊരു തീരുമാനം. നീ വേണം ആ ബ്രോക്കറിനെ വിളിച്ചാൽ എന്നിട്ടൊരു ചെറുക്കന്റെ നല്ല ചെറുക്കന്മാരെ ഇതുണ്ടായി കൊണ്ടുവരാൻ പറഞ്ഞത്. ഏതാവട്ടെ, ഇനി സമയം കളയാനൊന്നുമില്ല. ബ്രോക്കർ ഒന്നും വേണ്ട അച്ഛൻ, നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാം. അത് ഞാൻ നോക്കിക്കോളാം. ഇന്നത്തോടെ നിർത്തിക്കൊണ്ടോ രണ്ടിനെ ബെറ്റ്. കൊച്ചുങ്ങളുണ്ടാക്കി പറ്റുമല്ലേ ബെറ്റ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒന്നിനെ ഒന്നും ഒതുക്കിയെടുക്കാൻ പാടുത്തത്, അടുത്ത ഒതുങ്ങി വരാൻ പാടുത്തത്. ഓ, എന്നെ കൊണ്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എനിക്ക് നീതി റെസ്റ്റ് വേണം, മര്യാദക്ക് നിർത്തിക്കൊള്ളാം. ഒന്ന് പോവാ നാടന്ന്. ഹോ, എന്നാ ഈ ബെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരും വിചാരിക്കണ്ട. പിന്നെ ആര് ഞാൻ നിർത്തുമെന്നാണ് വിചാരിക്കണേ? ഇല്ല, നിന്നെ തോപ്പിച്ചിരിക്കും. ഈ കാര്യത്തിൽ എനിക്ക് ഡബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. നിന്നെ തോപ്പിക്കും ഞാൻ. നിർത്തിക്കൊണ്ടിട്ടുണ്ടല്ലോ അവിടെ. നീ വാതുറക്കരുത്, ഇവിടെ വാനിപോലെ കുത്തിക്കെട്ടിക്കോളും ഞാൻ. ആ, നിങ്ങൾക്കും ഒരു ഇതില്ലേ പിള്ളേരെ? നിങ്ങൾക്കെങ്കിലും പറഞ്ഞ് വിലക്കി കൂടെ? ഇതിന്റെ അടുത്ത് രണ്ടിടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ബോധമില്ല. നിങ്ങൾക്കെങ്കിലും ബോധം വേണ്ടേ? അവരെ ഇതിനനുസരിച്ച് തുള്ളിയാണ്. എന്റെ അമ്മേനെ അച്ഛനെ ഉപദ്രവിച്ചെന്ന്, അതുകൊണ്ട് അച്ഛമ്മ അച്ഛന് കുറെ വഴക്കൂറ, കുറെ അടിയും കൊടു. അത് ശരിയാ അച്ഛമ്മ, അച്ഛനെ അമ്മേനെ കൊണ്ട് പോണ ഞാനും കണ്ടിട്ടുണ്ട്. അതില് അപ്പൂട്ടൻ പറഞ്ഞൊരു തെറ്റൊന്നുമില്ല. അപ്പൂട്ടനും ഞാനും ഒക്കെ കളിച്ചോണ്ട് നിൽക്കുമ്പം അച്ഛൻ അമ്മയുടെ പിറകേന്ന് പോയി എത്തോണ്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ മോനെ കുഞ്ഞാ, ഞാൻ നിന്റെ അച്ഛനാടാ. അപ്പച്ചനും അമ്മേനെ ഇഷ്ടമായിക്കൊണ്ടല്ലേ എടുത്തോണ്ട് പോണ. ഞാൻ ഉപദ്രവിക്കണൊന്നുമില്ല. നിങ്ങളിതൊക്കെ ആര് പഞ്ഞിയാന്നാടാ പോന്നെ? ആരടാ ഇങ്ങനെ കൽവിക്കാത്ത നുണ പറഞ്ഞെന്ന? അച്ഛാമ്മേനെ ഉപദ്രവിക്കാനൊന്നുമില്ല. സത്യം, അച്ഛന്റെ കുഞ്ഞനാണ് സത്യം. ഓ, ഇതിന്റെ വാ തുറക്കുമ്പോഴാണ് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് തോന്നുന്നത്, കുറ്റബോധം എന്നിൽ അലട്ടുന്നത്. എന്ത് ചെയ്യാൻ? ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നില്ലേ അത്? നിങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ പാത്രന്നപ്പോ നമുക്കും അത് തന്നെ തോന്നിയത്. കുറ്റബോധമല്ല, കെട്ടിച്ചാടാനാണ് തോന്നിയത് ഞങ്ങൾക്ക്. അതൊക്കെ എന്റെ കൊച്ചുങ്ങളെ കണ്ട് പഠിക്കണം. പാവ എന്റെ രണ്ടും. അമ്മ ഒന്നും പറയണ്ട. ഓ, അമ്മക്കും പറയാനുണ്ട്. അച്ഛമ്മക്ക് കേൾക്കുന്നു. ഈ അമ്മ ഞങ്ങളോടെ കളിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ പിച്ചു വെച്ചോണ്ട് പോവും. ഇപ്പം വരാനും പറഞ്ഞ് പിച്ചോണ്ട് പോയിട്ട് പിന്നെ അച്ഛനെ വിടൂല. ഈ അമ്മ അമ്മ അമ്മേ അച്ഛന് പാവ. എന്റെ അച്ഛൻ ജോലി എന്റെ അമ്മച്ചിക്കൂല. എന്റെ അച്ഛൻ പാവ, ഉങ്ങാൻ പോലും തന്നെ സമ്മതിക്കൂല. പാവ അച്ഛൻ, അച്ഛൻ പാവ. ഓ, എന്റെ മക്കൾക്കെങ്കിലും തോന്നിയല്ലോ. താങ്ക്സ് രാമത്തോളെ. അച്ഛന്റെ പൊന്നിയാണ് രണ്ടുപേരും. രണ്ടെണ്ണത്തിന് എന്നെ വാങ്ങരുത്. പിന്നെ അച്ഛൻ എന്റെ ഭർത്താവ് എന്റെ അടുത്തല്ല നിങ്ങളടുത്ത് വന്നിരിക്കണം. എന്റെ ഭർത്താവിനെ കുറച്ചിടത്തേക്ക് നിങ്ങൾ കളിക്കാൻ തന്നതും പോരാ, എന്റെ ഭർത്താവിനെ എന്റെ അടുത്ത് അകറ്റാൻ നോക്കണ്ട കേട്ടാ. ഞാൻ ആദ്യം കണ്ടത് എന്നെ, അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ കണ്ടുള്ളൂ കേട്ടാ കുട്ടടയ്ക്കളെ. എന്റെ ഭർത്താവിന്റെ ഒരു അവകാശമാണോ? അനുവദിക്കൂല ഞാൻ. ഓ, നാണ ഇല്ലല്ലേ രണ്ടെണ്ണത്തിന്.
ആ കൊച്ചുങ്ങൾക്ക് വരെ സഹതാപം തോന്നുന്നു എന്റെയൊക്കെ അമ്മേന്റെ അടുത്ത് വെച്ചെടുത്ത്. കഷ്ടം തന്നെ. നാണമില്ലാത്ത എന്റെ പൊന്നു മനുഷ്യായി അത് നേരത്തെ നമുക്ക്. പിന്നെ അച്ഛനും അമ്മയ്ക്ക് അസൂയല്ലേ ഹോ നമ്മളിങ്ങനെ വളരെ ഒരു കാഷ്വൽ ആയിട്ട് ഒരു നേഴ്സറി ക്രിയേറ്റ് ചെയ്യുന്നതിന്. ഹോ അവിടെ പറഞ്ഞെടുക്കരുത് അതുമാ. ഞാൻ മനുഷ്യ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ല. ആ ബേട്ടാന്ന് വിളിച്ചത് വാക്കോട് എന്നെ കൊണ്ട് വേറെ കളിപ്പിക്കരുത്. പൊക്കണം നിർത്തണ്ട, നീയൊക്കെ നിർത്തണ്ട. നിന്നെയൊക്കെ കൊണ്ട് നിർത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. ആ മനുഷ്യ എന്നെയൊക്കെ കാണിച്ചു തരാം. നീയൊക്കെ വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ ഞങ്ങളുടെ കളി. ഇച്ചു come on, get in the room. പൊടിവിലാന്നേ ഞാൻ പോണ്. മക്കളെ അമ്മക്ക് പോവാ. രാധമ്മ അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊച്ചുകൾ വെച്ച് വാടി മോളെ നമുക്ക് ഉയരം കൊണ്ട് കൊടുക്കളയാം. ഇതൊക്കെ രണ്ടെണ്ണം. പിന്നെ എടുത്തോളാം. നീ പേടി എന്നെ തോപ്പിക്കാൻ അതും ഇതിൽ പാടപ്പെടും. എന്താണ് എന്ത് പറ്റി അമ്മക്ക്? എന്ത് ഞാൻ പോകുന്ന കുഴപ്പമൊന്നുമില്ല. അഭി മോളെ അതും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെയൊക്കെ രണ്ടെണ്ണത്തിന്റെ ബെറ്റ് അതാണ് ഇവിടെ ദോഷമായിട്ട് ഭവിച്ചേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് ഭവിച്ചേക്കുന്നത്. സോ ആ ബെറ്റ് നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ആണ്ടേ നീയേ അമ്മയ്ക്ക് എന്തിനു പറ്റിയെന്ന് പറഞ്ഞിട്ട് പോട്ടെ. നമ്മളെ ബെറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് നമുക്കറിയാം. നീ അധികം കിടന്ന് അതില് ടെൻഷൻ അടിക്കണ്ട. അല്ലേ ആദ്യം എന്താണ് പറയണെന്ന് ശ്രദ്ധിച്ചേ കേട്ടാ. കാര്യമുള്ളോണ്ടായി പറയുന്ന. നിങ്ങളെ ഈ ബെറ്റ് നിർത്തിയില്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്ററും കൂടെ നിങ്ങളെ കൂടെ കയറും. അതാ പ്രശ്നം. നമ്മളല്ലാതെ ഇനി ആര്? നിങ്ങൾ വല്ല ബെറ്റാ തുടങ്ങിയ നമ്മളെ കൂടെ തോറ്റുപോക്കും മക്കളെ. നമുക്കതിലൊരു താല്പര്യവും ഇല്ല. നമുക്കുള്ളത് തന്നെ ധാരാളം. നമ്മളെ കാര്യമല്ല, ഇവർ ഓൾറെഡി 2 പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. അപ്പൊ നിങ്ങൾ ഇനി പെറ്റി വെക്കാൻ തുടങ്ങിയ അവർക്ക് മുമ്പെത്താൻ ചിലപ്പോൾ നിങ്ങൾ പാടുപെടേണ്ടി വരും കേട്ടാ. അതുകൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊന്ന് തമാശ മാറ്റിപ്പോയി അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊന്ന് പറഞ്ഞു തരൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിലോട്ടാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും നാളെ വരെ ആന്റി നിങ്ങളെല്ലാരെയും നോക്കി. ഇനി നിങ്ങൾ ആന്റീനെ നോക്കണം, ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം. ആന്റിക്ക് ഇതുവരെ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹെൽത്ത് ഓക്കെയാണ്. പക്ഷേ കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നല്ല, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും ബോഡിയിൽ കാണിക്കും. സോ നിങ്ങളാണ് ആന്റിനെ നോക്കാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. എടാ കോപ്പ അമ്മയ്ക്ക് എന്തിനു പറ്റിയെന്ന് ആദ്യം പറഞ്ഞു. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കുക, ടെൻഷൻ അടിപ്പിക്കാന്ന കാര്യം പറ. ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആന്റി പ്രഗ്നന്റ് ആണ്, 2 months ആയിട്ടുണ്ട്. സോ നിങ്ങൾ കെയർ ചെയ്യണം. നിങ്ങളെ ബെറ്റ് ഒഴിവാക്കി നിർത്തിയാലേ ആന്റിനെ കെയർ ചെയ്യാൻ പറ്റും. എന്തോന്ന് നിങ്ങൾക്ക് അന്ന് നിങ്ങളെ കളിയാക്കിയില്ലേ? പിന്നെ കുറച്ച് നാളായിട്ട് അല്ല, കുറച്ച് വർഷമായിട്ട് എനിക്ക് ഇവിടെ എന്റെ കയ്യിൽ അവിടെ കിട്ടുന്നില്ല. എപ്പോഴും പ്രസവം അല്ലെങ്കിൽ നോക്കാം, പ്രസവം നോക്കൊക്കെ കൊച്ചിന് നോക്കാം, പ്രസവം നോക്കാം കൊച്ചിന് നോക്കാം. എനിക്ക് നോക്കണ്ട എന്റെ ഭാര്യന്. അങ്ങനെ ഞാൻ നോക്കിയതാ. അതിനിപ്പോ എന്ത്? എന്റെ ഭാര്യയല്ലേ. നിങ്ങളെ ഭാര്യയിലൊരു പ്രഗ്നന്റ് ആക്കണ്ടേ? പിന്നെ എനിക്കെന്ത്? ഇതെന്ത് പാട്? നിങ്ങൾക്ക് ഒന്നുറക്ക കരയായിരുന്നു. അയ്യോടി മോളെ, ഞാൻ ഉറക്ക കരഞ്ഞതാ. പക്ഷേ നിങ്ങളാരും കേൾക്കാത്ത രീതിയിലാ കരഞ്ഞു. ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞ നിർത്തും. ഇപ്പൊ നീയൊക്കെ ആയിട്ട് തന്നെ നിർത്തിക്കോളും. രാധമോളെ, വിച്ചു, നിങ്ങൾ ഹാപ്പി അല്ലേ? എന്നാലും എന്റെ അമ്മ അച്ഛ പൊളിച്ചടിക്ക്. ഇങ്ങനെ ഒരു വഴി നീക്ക് ഞാൻ പ്രതീക്ഷിക്കാം. കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. അച്ഛാ, എന്തായാലും ഈ നീക്കം പൊളിച്ച്.
എനിക്ക് ഇഷ്ടപ്പെട്ടു. കൺഗ്രാറ്റ്സ്. താങ്ക് യു അച്ഛാമ്മ. എനിക്കൊരു കുഞ്ഞനിയനെ തരാൻ തോന്നിയത്. ലവ് യു. എന്തായാലും നമ്മളെ ബെസ്റ്റ് നിർത്താൻ കണ്ട വഴി കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൺഗ്രാറ്റ്സ് അച്ഛാമ്മ. എന്താണ് രാധമ്മ ഒരു വിറയിലൊക്കെ? ഇപ്പോഴേ ഇങ്ങനെ വിറച്ചു തുടങ്ങിയ കാര്യം നടക്കൂലട്ടാ. അതെ രാധമ്മ, എന്റെ പേരെഴുതിയ താലിട്ട് എന്റേതായിക്കോട്ടെ തന്നെ. എന്റേത് മാത്രമായിട്ട്, എന്റെ ജീവന്റെ പാതയായിട്ട്, എന്റെ സുന്ദരത്തിന്റെ അവകാശിയായിട്ട്. സമ്മതല്ലേ തനിക്ക്? രാധ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാസ്റ്റ് മൊത്തം വേദനയാർന്ന മുറിവുകളാണ്. ആ വേദനയാർന്ന മുറിവുകളെന്ന് എന്റെ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ സുഖമുള്ള നോവുകൾ നിറയ്ക്കാൻ എനിക്ക് നിന്റെ സമ്മതം ആവശ്യമാണ്. തരും എനിക്ക് ആ സമ്മതം. അത് മാത്രം പോരാ കേട്ടോ. നാളെ നിന്റെ പ്രതിബിംബം നീ കണ്ണാടിയിൽ നോക്കുന്നു. നിന്റെ മുഖത്ത് മുന്നിയുമായി നാണയില്ല. അതെന്റേത് മാത്രമായിട്ട് എനിക്ക് കാണും. ഓരോ നിമിഷവും നീ എന്നിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നില്ലേ? അതെന്താണെന്നറിയാം? നിന്റെ ഈ നനവളർന്ന ചുണ്ടുകൾ, ആ ചുണ്ടുകളിൽ ആ മുറികൾ കാണുമ്പോഴാണ് കൊഞ്ചി. അതെനിക്ക് കാണണം. എന്റെ പെണ്ണിന്റെ മുഖത്ത് ഞാനായി സൃഷ്ടിച്ച നാണത്തിന്റെ നെഞ്ച്, അതിനവകാശം ഞാൻ മാത്രമായിരിക്കും. അത് കാണാനുള്ള അവകാശം ഞാൻ എനിക്ക് തന്നേ പറ്റും. ഇതിനെല്ലാത്തിനുപരി നമുക്ക് വേണ്ടി എന്നിൽ തുടിക്കാൻ പോകുന്ന ജീവനെ മുന്നിലായി പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്കായി സമ്മാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നീ സ്വീകരിക്കണം, വളരെ സന്തോഷത്തോടെ, പ്രണയത്തോടെ. സമ്മതം, 1000 വട്ട സമ്മതം. എന്റെ മുറിവ്, അത് വേദനയാർന്ന മുറിവ് സുഖമുള്ള നോവുകളായിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ അതെനിക്ക് സമ്മതം. നമ്മുടേത് മാത്രമായിട്ട് നിന്നെ തുടിക്കുന്ന ജീവനെ എന്റെ ഉദരത്തിൽ സ്വീകരിക്കാൻ എനിക്ക് 10,000 വട്ട സമ്മതം. ആ സമ്മാനത്തെ ദോഷത്തോടെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നമ്മുടേതായിട്ട്. എന്താണ് ഇവിടെ വന്നൊരിരിപ്പ്? ഓ really? Are you got your Mahadeva? Yes, I got my Mahadev, my loveful husband.